പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയംഗമായ സുപ്രഭാതം. ഇന്ന് നവംബർ 18-ാം തീയതി നമ്മൾ കർത്താവിൻ്റെ സന്ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലെല്ലാം ഒരു ദൈവത്തിൻ്റെ സന്ദർശനമാണ്. കൃപാസനത്തിൽ ദൈവം സന്ദർശിച്ചതാണ് ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക്. അത് സന്ദർശനമാണ്. സന്ദർശനത്തോടുകൂടിയാണ് അനുഗ്രഹങ്ങളെല്ലാം തുടങ്ങുന്നത്. പക്ഷെ സന്ദർശനം നമ്മൾ ഏറ്റെടുത്തിട്ട് അതിൻ്റെ ചൈതന്യം ജനങ്ങളിലേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണം മറ്റുള്ളവരോട് പറയണമെന്ന് പറയണത്, പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും. കാരണം അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അത് നമുക്കത് പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ നിങ്ങളെ അഭിഷേക പ്രാർത്ഥിച്ചല്ലോ, അതിനെ കുറിച്ച് താഴെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ തിരി ഊതി വെക്കാവുന്നതാണ്. അതുവരെയാണ് തിരി ഉപയോഗിക്കേണ്ടത്. എൻ്റെ കർത്താവേ, ഇപ്പോഴും നിങ്ങൾ ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി ഈ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾ ഇന്ന് നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച, ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ അസൈൻമെൻറ്റുകളും എല്ലാ വഴികളും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ അങ്ങയുടെ മക്കൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ, അമ്മമാരുടെ ഉത്തരവാദിത്തമുണ്ട്, മക്കളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, വിദ്യാർത്ഥികളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, കുടുംബനാഥൻ എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ രാവും പകലും കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിരുസേന നിൽക്കുകയും ചെയ്യുന്നത്. ആ വിഷയങ്ങളെല്ലാം കർത്താവ് അങ്ങയുടെ തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ അങ്ങയുടെ മക്കളുടെ ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ 38 വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ്. കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ
നിർവഹിക്കാൻ ആവശ്യമായ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കൾക്ക് അങ്ങ് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, അൾത്താരയിൽ നടന്ന 10,000 അൾത്താരയിൽ നടന്ന 10,000 ആരാധന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാ നടത്തിയ ആരാധനകളെല്ലാം നിറഞ്ഞു നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അസ്ഥിവാരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾ മാരക രോഗികൾ അവരെ സ്പർശിക്കണേ കർത്താവെ. തീരാവേദിയുള്ളവരെ സ്പർശിക്കണേ കർത്താവെ. ജീവിത പ്രശ്നങ്ങൾ കർത്താവെ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒറ്റക്ക് തുഴഞ്ഞ് നെഞ്ചും കൂടി കലങ്ങുന്ന അനേകം മക്കളുണ്ട്. ഉറക്കമില്ലാത്ത മക്കളുണ്ട്. അതിൻ്റെ പേരിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റിയാലും ഒരു സ്നേഹമോ സന്ധിപ്പോ അംഗീകാരമോ മനസ്സിലാക്കലോ പോലും കിട്ടാതെ ഒറ്റക്കിരുന്ന് വിഷമിക്കുന്നവരുണ്ട്. എന്തിനിത്രയും കഷ്ടപ്പെടുന്ന, ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഓർത്തിട്ട് നിരാശപ്പെട്ട് തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന മനുഷ്യരുണ്ട്. കർത്താവ്, ആ മക്കളെല്ലാം നീ മാത്രമേ അവർക്കുള്ളൂ. നീ മാത്രമാണ് എല്ലാം അറിയുന്ന ആൾ. കർത്താവെ, നിൻ്റെ സാന്ത്വനം അവർക്ക് നൽകണം, നിൻ്റെ ശക്തി അവർക്ക് നൽകണം. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, അവിടെ എല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങയുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഈശോയെ. അവിടെ കഴിവ് കൊണ്ടോ ശേഷി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാം നിൻ്റെ സാന്നിധ്യം ഉണ്ടാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് നീ പറഞ്ഞില്ലേ? ആ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമായ സാന്നിധ്യം, ആ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേലെ അവർക്ക് ഒരു തണുപ്പ് കിട്ടാനും ഒരു സംരക്ഷണം കിട്ടാനും ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ചാണ്. ഈ ഈവൻറ്റ് വിസിറ്റ് ഓഫ് ഗോഡാണ്. ശരിക്കും ദൈവവൈദ്യങ്ങൾക്ക് നമുക്ക് സന്ദർശനത്തിൻ്റെ 2-3 വചനങ്ങൾ വായിക്കാം. ഒന്നാമത്തെ വായിക്കേണ്ടത് ലൂക്കാ 19:44. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അപ്പോൾ ദൈവം നിന്നെ സന്ദർശിച്ച സമയം, ജെറുസലേമിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താ? ദൈവം അവരെ സന്ദർശിച്ച സമയം അവരറിഞ്ഞില്ല. അതൊരു നിസ്സാര കാര്യമില്ല. സന്ദർശനത്തിൻ്റെ സമയം ഇപ്പം നമ്മുടെ വ്യത്യസ്തങ്ങളായ കർത്താവ് കടന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അവർ മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കാത്തതും കാരണം തന്നെയാണത്. ഇപ്പോൾ ഫറവോ മാനസാന്തരപ്പെടാൻ പെട്ടിട്ടും പിന്നെ അടയാളങ്ങൾ കാണിച്ച് ദൈവത്തിൻ്റെ സന്ദർശന സമയം വിവേചിക്കാൻ ഫറവോയ്ക്ക് കഴിഞ്ഞില്ല. അവസാനം എന്നാ പറ്റി? ഫറവോ ഉൾപ്പെടെ എല്ലാവരും ചെങ്കടലിൽ മുങ്ങിച്ചത്ത്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പ്രെയർ ടൈം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്ദർശനത്തിൻ്റെ സമയം അടയാളമായിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു. അമ്മ സഹായിച്ചത്, പരിശുദ്ധ അമ്മ സഹായിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? അതാണ് സന്ദർശനത്തിൻ്റെ സമയം എന്ന് പറയണത്. അപ്പം സന്ദർശനത്തിൻ്റെ സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? അനുതാപം ഉണ്ടാകണം. സന്ദർശന സമയം അറിയെന്ന് പറയുമ്പോൾ അറിഞ്ഞെന്ന് പറഞ്ഞിരിക്കുകയില്ല. അറിയണമെങ്കിൽ ആ അറിയണതിൻ്റെ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചു. ഇതാ നിൻ്റെ ഭവനം പരിത്യക്തമായി ശൂന്യമായി കിടക്കണം. എന്താ കാര്യം? നീ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല, നിൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല. അപ്പം ദൈവത്തിൻ്റെ സന്ദർശന സമയം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അനുതാപം ഉണ്ടാകണം. ഒരനുഗ്രഹം കൈപ്പറ്റിയാൽ ഉടനെ പിന്നെ അനുതാപത്തിൻ്റെ ജീവിതമാണ്. പിന്നെ അടുത്ത അനുഗ്രഹം പോരട്ടെ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഒരു അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ, നിൻ്റെ കുടുംബത്തിൽ കിട്ടിയാൽ അപ്പം തന്നെ നീ വിശുദ്ധിയിലേക്ക് നീ വളരണം. കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കാത്തൊരു കുമ്പസാരം സ്വീകരിക്കണം. ദേഷ്യക്കാരും എടുത്തുചാട്ടക്കാരും സൗമ്യമായി പെരുമാറണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ
കൂടി നിൻ്റെ അനുഗ്രഹത്തിന് പങ്കാളിത്താക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് അനുതാപമുണ്ടെന്ന്, അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. അപ്പോഴാണ് ഈ സന്ദർശന സമയം നീ അറിഞ്ഞെന്ന് മനസ്സിലാകണത്. അപ്പോൾ അനുഗ്രഹം കിട്ടിയ അടുത്തത് എന്താണ്, നടപടി എന്താണ്? അനുതാപത്തിൻ്റെ ജീവിതം തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ശ്വാസകോശ രോഗികൾ ഇപ്പോൾ കൈകൾ നെഞ്ചിൽ വെച്ച്, തീർത്ഥാടനത്തിലൂടെ വന്നിരിക്കുന്നവരും ഓൺലൈനിൽ ഈ ധ്യാനം എപ്പോൾ പങ്കെടുത്താലും കർത്താവ് ശ്വാസകോശങ്ങളെയും നെഞ്ചിനെയും, അതായത് ഷർട്ട് പോലും ഇടാൻ പറ്റണില്ല, കാര്യം ശരീരം ചൂടായത് കാരണം പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത രോഗിയെ കർത്താവ് സ്പർശിച്ച് ശ്വാസകോശങ്ങളും അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ കടുത്ത മരുന്നുകളെയും കർത്താവ് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ആ വ്യക്തികളെ, ശ്വാസകോശ രോഗികളെ സ്പർശിക്കുന്ന സമയമാണ്. പക്ഷാപരത്തെ അറിയാവുന്ന ശ്രുതിക്കട്ടെ. ചെറിയ ഗോലികൾ പോലെ ചെറുതാണ്, നമ്മുടെ ചെറിയ പഴങ്ങൾ പോലെയൊക്കെ, അത് അതിനേക്കാൾ ചെറുതായ ചില ഉണ്ടകൾ പോലെ ശരീരത്തിൽ പൊങ്ങും. അത് പിന്നെ മാരകരോഗമായി മാറും. നമ്മൾ ചികിത്സിക്കുമ്പോൾ കുറച്ച് സബ്സൈഡ് ആകും, പിന്നെ അത് വേറെ രൂപത്തിൽ വരും. ഈ രോഗിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികട കരള് രോഗികൾ, ലിവറിൻ്റെ അസുഖമുള്ളവർ നെഞ്ചിൻകുണ്ട് താഴെ വട്ടം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈശോനാമത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം, നിൻ്റെ ആണിപ്പെടുതാർന്ന വലത് കരം ആയി ഞങ്ങളുടെ കരങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം കർത്താവ് കരള് രോഗങ്ങളാൽ വേദനിക്കുകയും ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, അവരെല്ലാം ഇപ്പോൾ നിങ്ങൾ കരള് രോഗികളാണ് നിങ്ങളുടെ ബന്ധുക്കളെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അവർക്ക് പകരം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവ് അടിപ്പിണർ പോലെ, വൈതാക്കാളം പോലെ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുകയും സ്തുതിക്കപ്പെടുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ആരാധനയുടെ ആന്തരികമായ ചൈതന്യത്തിലേക്ക് നിശബ്ദതയോടെ കടന്നു വരേണ്ടതാണ്. കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവ് ഈശോ എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളെ രോഗമുള്ളവരും ഹൃദയഭാരമുള്ളവരും കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ സമയത്ത് ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തരാം.
ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയവേദനയും രോഗങ്ങളും ഹൃദയത്തിന്റെ സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, പ്രഷർ മൂലം കടുത്ത തലവേദനയും അതിന്റെ മൂലകാരണങ്ങളും ജീവിത സംഘർഷങ്ങളും അനുഭവിക്കുന്നവരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഉടമ്പടി വാഗ്ദാനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹൃദയ സംഘർഷങ്ങളുള്ളവരെ അവരുടെ ഭാരങ്ങളെ ഈ നിമിഷം ആരാധ്യനെ ദിവ്യകാരുണ്യമേ തിരുഹൃദയമേ ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ ഞങ്ങളുടെ ഹൃദയ വ്യതകളെ നീ സ്വന്തമായി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തതയും എളിമയുമുള്ളവനേ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയശാന്തി ഒരുമിച്ച് പാടാം. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കർത്തൃ തിരുസന്നിധിയിലാണെന്നോ ആഴമായ ബോധ്യത്തിലേക്ക് വരണം. കർത്താവ് ഈ കണ്ണീരിൻ്റെ കാലത്ത് അവിടുത്തെ സന്നിധാനത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടതാണ് എന്നാണ് ആത്മാവ് പറയണത്. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. അപ്പം ദാറ്റ് മീൻസ് യു ആർ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഈ പ്രത്യേകിച്ച് ഈ വിഷമസന്ധിയിൽ നിങ്ങൾ കർത്തൃ തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഒരു തിരിച്ചറിവായിട്ട് വരണം. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സ്നേഹം സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ചത് ഞാൻ ആഴമായി ബോധ്യപ്പെടാൻ അങ്ങിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. അങ്ങിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കേട്ടു, നിങ്ങളത് കണ്ടു കാണുമായിരിക്കും. ഈശോ നമുക്കറിയാം, ഉടമ്പടി ബേസ്ഡ് അപ്പോൺ ദി പ്രോമിസസ്. ഉടമ്പടി എവിടെയാണ്? അതിൻ്റെ നിലപാട് തറ, അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ എന്തിനാച്ചാൽ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം. ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ്. സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത. നിങ്ങളുടെ സങ്കടങ്ങൾ സമാശ്വസിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങൾ. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മൾ സങ്കീർണമായ സങ്കടങ്ങളല്ലേ മനുഷ്യനെ ഉള്ളത്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. കൈയിട്ടിച്ച് കർത്താവ് ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. അതിൻ്റെ പരിപാടി ഒരു രണ്ട് സന്ദേശമുണ്ട്. ഒന്ന്,
ഇടത് ചെവി. അപ്പോൾ എനിക്ക് കാണപ്പെടുന്നത് വലുതായിട്ടാണ്. അപ്പം ഞാൻ അതിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പം ഞാനത് ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് ദാറ്റ് മീൻസ് വലത് ചെവി. അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ വശമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ചെവിയിൽ അകത്തുനിന്ന് ഒരു മഞ്ഞ നിറമുള്ള നമ്മുടെ ഈ ഫിൽറ്ററില്ലേ, ഈ മഞ്ഞൾ ഒരു ചുക്ക, അതുപോലെ തന്നെ പുകയിലയുടെയൊക്കെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, അതാണ് ഒരു ചെവിയുടെ പ്രത്യേകത. രോഗമാണ്. എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം. വിരലിൻ്റെ വണ്ണത്തിൽ ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ വരുന്നൊരു സന്ദേശം, അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ്. വൈറ്റ് അല്ല, എന്നാൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു മങ്ങിയ നിറമാണ്. പക്ഷെ ചുണ്ട് തടിച്ചതാണ്, ചുണ്ട് ചുവന്നതാണ്, ചുണ്ട് ചുവന്ന് മലർന്നിരിക്കുന്ന ഒരു രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ, മധ്യവയസ്കനാണ്, ഒരു പക്ഷേ ഒരു 57-60 വയസ്സ് കാണുമായിരിക്കും. കഷണ്ടിയുള്ള വൈറ്റ് ലോഹ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള അച്ഛൻ. ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മെസ്സേജുണ്ട് ശിരസിൽ. ആ വിഷയത്തിലുമേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്, കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട്. ശ്രുതികട കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അതേസമയം തന്നെ ഈ ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോപ്പ് കൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ സുവിശേഷ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യവും ദൃശ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. ചിത്രശക്തിയിലെയും പരിശുദ്ധ അമ്മയുടെ